ഒരു കിളിവാതില് കണ്ടില്ലേ? നമുക്ക് ഏത് പൊസിഷനിലും ഇവിടെ പോസ് ചെയ്യാം. അതാണ് ഐമാക്സിന്റെ പ്രത്യേകത. എത്ര കൊടുക്കണ്ടേ? 8500 റേറ്റ് വരും. 8500 വരും അല്ലെ? ഇതാണ് സ്ലൈഡിംഗ് ഫോൾഡിംഗ് മെറ്റൽ വിൻഡോ. ആദ്യമായിട്ടാണ് സ്റ്റീൽ വിൻഡോയിൽ ഇങ്ങനെ സിമ്പിൾ ചെയ്യാന്ന് തെളിയിച്ചതെന്ന് തോന്നുന്നു. ഈ ചാനലിൽ ഒരു ബിസി കാര്യങ്ങളൊന്നും വരുന്നില്ല, വീലും വരുന്നില്ല. ഏകദേശം 35,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 35,000 മുതൽ സ്റ്റാർട്ടിങ്. ഇത് കണ്ടല്ലേ, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ സെക്യൂരിറ്റി കൊടുക്കാം. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ഇത് അതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഇത് അടഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടോ. അതിവിടെ മാക്സിമം വ്യൂ കിട്ടുന്ന ഇതിലാണ്. 9,500 മുതലാണ് സ്റ്റാർട്ടിങ്. 9,500 ചെറിയ ബഡ്ജറ്റ് വീടുകളിലൊക്കെ ഒറ്റക്കള്ളി വിൻഡോകൾ വരുന്നുണ്ട്. അതിന് നമുക്ക് എത്ര രൂപ കൊടുത്തു? അത് 3,800 വരും. പിന്നെ ഇതിലൊക്കെ ഈ കളറല്ല നിങ്ങൾ അടിക്കേണ്ടത്, വുഡൻ കളർ അടിച്ചാൽ അടിപൊളിയായി. ഈ ഒരു കാണുന്ന ഡോറിന്റെ റേറ്റ് നമ്മളെ വ്യൂസ് പറഞ്ഞു. ഇത് ഏകദേശം ഒരു 18,500 മുതൽ ഏകദേശം 18,500 തുടങ്ങാം. ഇത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,500 14 ആ റേഞ്ച് വരും. ഹായ് ഫ്രണ്ട്സ്, വീടുകൾ സുരക്ഷിതമായിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ. വീടുകൾ സുരക്ഷിതമാക്കാൻ ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും വ്യത്യസ്ത മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിൽ സ്റ്റീൽ വരുന്നുണ്ട്, WPC വരുന്നുണ്ട്, മരത്തടികൾ വരുന്നുണ്ട്, അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന സ്റ്റീൽ വിൻഡോ ഡോറുകളാണ് കൂടുതൽ സാധാരണക്കാർ അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റീൽ മോഡലുകളൊക്കെ കണ്ടില്ലേ? സാധാരണ സ്റ്റീൽ വിൻഡോകളുടെ സുരക്ഷയ്ക്കും അപ്പുറം അതിന്റെ ക്വാളിറ്റി, അതിന്റെ യൂട്ടിലിറ്റി പർപ്പസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത്. വളാഞ്ചേരിയിലെ അസാ ഡോർസ് ആൻഡ് വിൻഡോസിലാണ്. ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളും അതിന്റെ പ്രൈസും എന്തുകൊണ്ട് അവർ വില കുറച്ച് കൊടുക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലും ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. അസാ സ്റ്റീൽ വിൻഡോസിൽ വന്ന ഇവിടെതാ ആവിദ് ഉണ്ടാവും. ആവിദേ, അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡിസ്പ്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളാണ് വന്നിരിക്കുന്നത്. വെറൈറ്റി വിൻഡോസ് ഉണ്ട്. വെറൈറ്റി വിൻഡോസ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അസാ ഡോസിന്റെ ഒരു വീഡിയോ എങ്കിലും കാണാതെ ഇരിക്കില്ല. നമ്മളാണ് പക്ഷേ ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്തു. അതിൽ രണ്ട് കാരണം ഉണ്ട് ഇവരെ ചൂസ് ചെയ്യാം. ഒന്ന്, ഇവർ കൊടുക്കുന്ന ഏറ്റവും കസ്റ്റമൈസ്ഡ് മോഡൽ അല്ലേ, പിന്നെ പ്രൈസ് ഇപ്പോഴും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ നിന്ന് പോകാൻ പറ്റുള്ളൂ അല്ലേ? കാരണം സ്റ്റീൽ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും സുലഭമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡിങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. സ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. ആ സ്ലൈഡിംഗ് എന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഇതാണല്ലേ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ്. ഇതിന്റെ ഫംഗ്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് സ്ലൈഡിംഗ് ഫോൾഡിംഗ് മെറ്റൽ വിൻഡോ. വളരെ സിമ്പിൾ അല്ലേ, എലഗന്റ്, സിമ്പിൾ, വെയിറ്റ് കുറവാണ്. നമുക്കിതാ വിരൽ കൊണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് സ്റ്റീൽ വിൻഡോയിലല്ലാതെ UPVC നമ്മൾ കണ്ടിട്ട് വുഡിലും UPVC കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് സ്റ്റീൽ വിൻഡോയിൽ ഇങ്ങനെ സിമ്പിൾ ചെയ്യാന്ന് തെളിയിച്ചതെന്ന് തോന്നുന്നു. ഫിറ്റിംഗ്സ് വരുന്നത് നമുക്ക് എബ്കോന്റെ ഫിറ്റിംഗ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫിറ്റിംഗ്സ് വരുന്നത് എബ്കോ ആണ്. അതേപോലെ ഇത് വെയിറ്റ് തോന്നാത്തതിന് കാരണം ഇതിന്റെ ടയറും എല്ലാം കാര്യം വരുന്ന മുകളിലാണ്. അതുകൊണ്ട് ജാം ആവേണ്ട പ്രശ്നം അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇത് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ശരിക്കും കാണിച്ചു കൊടുക്കണം. ഇവിടെ താഴെ വരുന്ന ചാനൽ കണ്ടില്ലേ? ഈ ചാനലിൽ ഒരു ബിസി കാര്യങ്ങളൊന്നും വരുന്നില്ല, വീലും വരുന്നില്ല. അത് കൊടുക്കുന്നത് ഇളകാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ടയർ മേലെ ആട്ടോ വരുന്നത്. അതുകൊണ്ട് പൊടിയൊക്കെ കയറിയ താഴെ സാധാരണ പൊടിയൊക്കെ അതേപോലെ വെയിറ്റിന്റെ വിഷയം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. ഇതാ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. ഈ ആക്സസറി ഒക്കെ എബ്കോ ആണ്. പല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എബ്കോന്റെ ചെയ്താൽ നമുക്ക് മാക്സിമം ക്വാളിറ്റി കിട്ടും. അതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൽ ഗ്ലാസും കൂടെ വരുമ്പോ അതിന്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ചെറിയ ഷേക്ക് പോകും. എല്ലാവരും ഇതിലിപ്പോ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മളിത് പട്ട ചെയ്യുന്നുണ്ട്. പട്ട ചെയ്തിട്ട് ഇതിപ്പോ നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്. അവർ ടഫൻ ഗ്ലാസ് ആണ് ഇതിൽ ചെയ്യുന്നത്. ടഫൻ ഗ്ലാസ് ചെയ്യുന്നോണ്ട് അവര് ഗ്രില്ല് വേണ്ടെന്ന് പറഞ്ഞു. നോർമൽ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഇതിൽ ഗ്രില്ല് ചെയ്ത് കൊടുക്കും. അതായത് പട്ടയിൽ ഗ്രില്ല് ചെയ്ത് കൊടുത്താൽ സേഫ്റ്റിന്റെ കാര്യത്തിലും ഓക്കെ ആണ്, ടെൻഷൻ ഇല്ല. അതായത് ഈ കാണുന്നതിന് മൊത്തം ഗ്രില്ല് കൊടുത്താൽ മാത്രമേ വീട്ടിൽ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ എന്ന് തോന്നുന്ന ആൾക്കാരില്ലേ, നിങ്ങളെ പോലുള്ള ചില ആൾക്കാർ.
അവർക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഇനി അതല്ല, നല്ല എലഗന്റ് ഡിസൈൻ വീട്ടിലേക്ക് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, കാരണം ഇങ്ങനത്തെ ഡോറൊക്കെ ബാൽക്കണിയിൽ ഫ്രണ്ട് ഡോറിൽ ഒക്കെ വരിക. അതെ അതെ. ഇപ്പൊ ക്യാമറ മാത്രം വെച്ചിട്ടും ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് ധൈര്യത്തിന്. എന്നാൽ എല്ലാരും ഒന്നും സമ്മതിക്കണമെന്നില്ല. നമ്മളൊക്കെ പാരന്റ്സ് ഒന്നും ഒരിക്കലും സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അവർക്ക് ഗ്രില്ല് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ കണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ലൈഡിങ് ഫോൾഡിങ് ആയിട്ടുള്ള വിൻഡോ. ഓ, ഇത് വരുമ്പോ നമ്മളെ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടക. ഇതിന് വലിയ ചെലവ് വരുമോ? എങ്ങനെയാണ്? ഏകദേശം ഒരു 35,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 35,000 മുതൽ സ്റ്റാർട്ടിങ്. ഇതിപ്പോ 4 ഡോർ അല്ലേ? എത്ര സൈസ് വരുന്നുണ്ട്? ഇത് ഏകദേശം ഒരു 250 ആണ്. 2.5 മീറ്ററോളം വിടുത്ത് വരുന്നുണ്ട്. നമുക്കിത് 3 മീറ്റർ ഒക്കെ ചെയ്യലുണ്ട്. 4 മീറ്ററിന്റെ അടുത്തൊക്കെ ചെയ്തതുണ്ട്. അത്ര ചെയ്യും. ഈ 4 ഡോറിൽ തന്നെ അല്ല, ഡോർ കൂടും. ആ ഡോർ ചിലർക്ക് ഇത് ഫോൾഡിംഗ് ആണ്. ഇതിൽ ഫോൾഡിംഗ് ഓപ്പണിംഗും വരുന്നത് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഫോൾഡിംഗ് ആണ്, ഇത് സെപ്പറേറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇതിമൊരു ഡോർ കൊടുത്താൽ നമുക്ക് ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഇത് ലോക്ക് ആക്കിയിട്ടാൽ സെന്റർ മാത്രം ഓപ്പണിംഗ്, എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഓപ്പൺ ആക്കിയിട്ടും ചെയ്യാം. അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാൽ മാക്സിമം സ്പേസ് നമുക്ക് കിട്ടും. ഇപ്പൊ സാധാരണ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, വലിയൊരു ഡൈനിങ് ഏരിയയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന പോലുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ വലിയ വുഡിന്റെ വർക്ക് ചെയ്ത്, വുഡ് ഉപയോഗിക്കൊണ്ടുള്ള പ്രശ്നമല്ല കേട്ടോ പറഞ്ഞത്, അതിൽ കമ്പികൾ കൊടുത്ത് അവിടെ സെക്യൂർഡ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ടല്ലോ, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ സെക്യൂരിറ്റി കൊടുക്കാം. ബാക്കിയുള്ള ടൈമിൽ നമുക്കിത് അതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു യൂസ്ഫുൾ ആണ് ഈ ഒരു ഐഡിയ. പക്ഷെ ആൾക്കാർക്കുണ്ട് അതിന് പേടി എന്ന് പറഞ്ഞാലേ ഇത് സ്ട്രോങ് ആണോന്നില്ല. പക്ഷെ ഇരുമ്പിലാണ് ചെയ്യുന്നത്, ടാറ്റയുടെ സ്റ്റീൽ വിൻഡോകൾ തന്നെയല്ലേ ചെയ്യുന്നത്, അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പേടിയില്ല. പിന്നെ പ്രൈസിന്റെ കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? നമ്മൾ എത്ര മുതലാണ് പറഞ്ഞത്? 35,000 മുതൽ ചെയ്യാം. ഈ ആക്സസറി ഒക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ക്വാളിറ്റി ഉള്ള സാധനം ആയതുകൊണ്ടാണ് അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ലോക്കുകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള യൂറോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലോക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. യൂറോപ്പാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ മെയിൻ ഡോറിന് യൂറോപ്പാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ചെക്ക് ചെയ്തത് ആദ്യം തന്നെ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലൊരു ഐഡിയ തന്നെയാണ് അല്ലേ? അപ്പോൾ 35,000 രൂപ മുതലാണ് ഇത് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഗ്രില്ലുള്ള ഒരു മോഡൽ ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, നല്ല ഗ്രില്ല് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് കണ്ടാൽ ഒരു വിൻഡോന്റെ ലുക്കാണ്. അതെ, പക്ഷെ ഇത് വിൻഡോ അല്ല, ഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഡോറാണ്. ആഹാ, എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത്? ഇത് വരുന്നത് ഡബിൾ ഡോർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഡബിൾ ഡോർ ആണ്. ഓക്കെ, അവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ലോക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ഇവിടെ കാണുള്ളൂ കേട്ടോ. ഇനി അതിന്റെ കുറ്റികൾ അതൊക്കെ ഉണ്ട്, കുറെ കുറ്റികളൊക്കെ ഉണ്ട്. എല്ലാം തുറന്നു കഴിഞ്ഞാൽ അതൊരു ഡോറായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? ഇത് നമ്മൾ മെയിൻ ഡോറിനല്ല, നമ്മൾ കോട്ടിയാടിന്റെ ഏരിയകൾ, അങ്ങനത്തെ ഏരിയകളിൽ പ്രൊട്ടക്ഷൻ വരേണ്ട ഏരിയകളൊക്കെയാണ് കേട്ടോ ഇത് കൊടുക്കാം. ഇതൊരു ഇത്രയും ഹെവി തന്നെയാണ് അല്ലേ? പൈപ്പുകളൊക്കെ 2 ഇഞ്ച് വിടുത്തിലാണ് ഇതിന്റെ ഡോർ കൊടുത്തത്. കസ്റ്റമർ ആ മോഡൽ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. അല്ല, ഇവിടെ കാണുന്നതൊക്കെ കസ്റ്റമൈസ് ചെയ്താണ്, അതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ വന്നപ്പോ കണ്ടത് ഏതാണോ അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് അതൊക്കെ ചെയ്യട്ടോ. ഇതല്ലേ 2 ഇഞ്ചാട്ടോ അതിന്റെ കാരണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇതൊരു സിമ്പിൾ വിൻഡോ, സാധാരണ വിൻഡോ ആണ് അല്ലേ? സാധാരണ വിൻഡോ ആണ് ഈ കാണുന്നത്. ഇതുപോലെ വലുതല്ല ഈ കാണുന്നത്. ഇതിപ്പോ ഇതിൽ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഷട്ടർ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റിങ്സ് വരുന്നത്. ഇതിനൊക്കെ ഈ പറഞ്ഞ കുറ്റിയും കുളത്തൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കും അല്ലേ? ഇത് സാധാരണ 2 കള്ളിൽ സെന്ററിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. അതെ, ഡോർ നിൽക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് അവർക്ക് ഇത് ഡോർ ഓപ്പൺ ആക്കിയാല് ഒരു തടസ്സമില്ലാതെ ഫുള്ള് വ്യൂ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അതെ. ശരിക്കും എന്തിനാ നടുവിലൊരു പാർട്ടീഷൻ എന്ന് ചോദിക്കില്ലേ? അത് ഇത് രണ്ടും ഇവിടെ ഹോൾഡായി നിൽക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ ആവശ്യമില്ല, പകരം ഇവിടെ തന്നെ അതിന്റെ ഒരു ഹോൾഡിംഗ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ സെറ്റിംഗ്സ് വരുന്നത്. വുഡിന്റെ ഡോറിനൊക്കെ സാധാരണ കൊടുക്കലുണ്ട്, ഫ്രണ്ട് ഡോറിനൊക്കെ ഇതേപോലെ ഇത് കൊടുക്കലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പാർട്ടീഷൻ ഇതിന്റെ അടിയിലുള്ള ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുള്ള. പക്ഷെ അത് അടഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടോ. മാക്സിമം വ്യൂ കിട്ടുന്ന ഇതിലാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു കാര്യം, അത് ഫുൾ കസ്റ്റമൈസ്ഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് അല്ല ചോദിക്കുന്നത്. നമ്മൾ സാധാരണക്കാരൻ ഒരുപാട് വിൻഡോകളൊന്നും ചെയ്യില്ല, സിമ്പിൾ വിൻഡോകൾ ചെയ്യും അല്ലേ? ഒറ്റക്കള്ളി സാധാരണ സൈസ്, അതേപോലെ 3 കള്ളി സാധാരണ സൈസ്. ഇതിന്റെ ഒക്കെ വില അറിയാൻ നമ്മളെ വ്യൂവേഴ്സിന് താല്പര്യമുണ്ട്. 3 കള്ളി വരികയാണെങ്കിൽ 9,500 മുതലാണ് സ്റ്റാർട്ടിങ്. 9,500 3 കള്ളി വരുന്നത്. 9,500 നോർമൽ സൈസ് വരുന്നത്. അത് 2 കള്ളി വരുന്നത് 6,400 നോർമലിന് വരുന്നത്. 6,400 അത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് പല സൈസിനനുസരിച്ച് മാറും. ചിലവർക്ക് 150 ആയിട്ടുള്ള ഉണ്ടാവും, 135 ആയിട്ട് കുറഞ്ഞതുണ്ടാവും, പല ടൈപ്പ് ഉണ്ടാവും. അതിനനുസരിച്ച് എന്നാൽ ഒറ്റക്കള്ളി ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് വീടുകളിലൊക്കെ ഒറ്റക്കള്ളി വിൻഡോകൾ വരുന്നുണ്ട്. അതിന് നമുക്ക് എത്ര രൂപ കൊടുത്തു? അത് 3,800 ഒക്കെയാണ് വരും. 3,800 ആ റേറ്റിൽ വരും കേട്ടോ. ഇനി അതുപോലെ ഡോർ, മെയിൻ ഡോറിന്റെ അല്ലാതെ നമ്മൾ സിംഗിൾ റൂം ഡോറുകൾ ഉണ്ട് അല്ലേ? 2.10 ഹൈറ്റ്,
90 90 എടുത്തും 1 മീറ്റർ ഒക്കെ വരും. 90 എത്ര വരുന്നുണ്ട് റൂമിന്? 3000 രൂപ. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ പ്രൈസ് നമുക്ക് കറക്റ്റ് നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് കസ്റ്റമൈസ്ഡ് പറയാൻ പറ്റും. കാരണം അതിൽ പല സൈസ് വരും, ഓരോരുത്തർക്ക് ഓരോ മോഡൽ. ഇതിപ്പോ 4 ഡോറുകളാണ്, 4 ഡോറാണ്. ചിലർക്ക് ഇതിൽ 6 ഡോറുകൾ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. ഓക്കെ, ആ കാണുന്ന ഡോർ ഒരു അടിപൊളിയായിട്ടുള്ള ഡോർ തന്നെ അല്ലേ? ഡോർ തന്നെയാണത്. നമുക്ക് സ്റ്റീൽ ഡോറിന്റെ ലോക്ക് ഒന്ന് കാണിച്ചു. സാധാരണ ലോക്ക് ഇങ്ങനെ ഈ ഒരു സെറ്റിങ്സിൽ ഇങ്ങനെ കാണാറില്ല. അതാ നല്ല ഒരു ഫിനിഷിങ്ങിൽ അല്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യൂറോപ്പയുടെ ലോക്ക്. ഇത് ഷട്ടർ പ്ലസ് ഡോർ അല്ലേ? ഇതിന് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ? ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ ഇതിന് 2 ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കണം. ഗ്ലാസ് ഇടുമ്പോൾ 2 ആക്കിയിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓപ്പണിംഗിൽ ഒന്നിച്ചാണ് വരിക, പക്ഷെ പാർട്ടീഷനുള്ള ഒരു ഫീൽ കിട്ടും. അതായത് നല്ലൊരു ഡിസൈൻ ഒരു ഗ്ലാസ് നല്ല തിക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടും. പിന്നെ ഇതിലൊക്കെ ഈ കളറല്ല നിങ്ങൾ അടിക്കേണ്ടത്, വുഡൻ കളർ അടിച്ചാൽ അടിപൊളിയായി. പ്രൈമർ ഫിനിഷ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന കളറാണ്. അതെ, പ്രൈമറിലാണ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോക്സി പ്രൈമർ ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റൗണ്ട് ആയിട്ടുള്ള ഒരു വിൻഡോ ആണല്ലോ കാണുന്നത്. ഇത് അതേപോലെ തൃശ്ശൂരുള്ള ഒരു കസ്റ്റമർ പറഞ്ഞൊരു മോഡലാണ് അല്ലേ? അവര് പ്ലാൻ തന്നു, നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണുന്നുണ്ട്. കാരണം ഇതിന്റെ കുറ്റി കൊളുത്തുകളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കണം. ആ ഒരു കിളിവാതില് കണ്ടില്ലേ? സിമ്പിൾ ആയിട്ട് ഇത് തൃശ്ശൂരിലേക്ക് പോകാനുള്ളതാണ് അല്ലേ? റൗണ്ട് ആണ്. ഇപ്പോൾ വീടുകളിലൊക്കെ റൗണ്ട് ഡിസൈൻ ഒക്കെ വരും, റിങ്ങിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയാണ് അതിൽ കൊടുക്കുന്നത്. ഇതൊക്കെ കസ്റ്റമർ ഓരോന്ന് തരുന്ന അളവിനനുസരിച്ച് നമ്മൾ ചെയ്തു. അതേപോലെ നമ്മൾ ചർച്ചിന് ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഗോത്തിക് മോഡൽ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഏകദേശം റൗണ്ട് ആണ് വരിക. മേൽഭാഗത്ത് ഒരു ആർച്ച് പോലെ വരുന്ന മോഡലാണ്. അത് നമ്മൾ കണ്ണൂരുള്ള ഒരു ചർച്ചിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. 10-50ഓളം പീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ണൂരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ആൾ കേരള ചെയ്യുന്നുണ്ട് അർത്ഥം. കേരള, തമിഴ്നാട്, കർണാടക, സൗത്ത് ഇന്ത്യ കവർ ചെയ്തു. അപ്പേ ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് റീറ്റെയിലേഴ്സും ഉണ്ട്, അവർക്കും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, കടകളിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രസ്ഥാനം. നമ്മളിവിടെ വരുമ്പോൾ അത്ര വൈഡ് അല്ലായിരുന്നു, ഇപ്പൊ നല്ല വൈഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ കിച്ചണുകളിൽ അല്ലേ, സ്പെഷ്യൽ ഏരിയകളിൽ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് ആണ് വിൻഡോ. ഇതിപ്പോ നോക്കുമ്പോ സാധാരണ ഒരു വിൻഡോ മോഡൽ തന്നെയാണ്. അതെ, അത് ഇതിലൊരു പ്രത്യേകത, ഇതിലെവിടെ പുറം ഭാഗത്ത് ഇഞ്ചസ് കാണാണ്ടാവില്ല. ഇല്ല, ഇഞ്ചസ് ഫ്രീ ആണ്. ഇഞ്ചസ് കാണാണ്ടാവില്ല. അതിൽ വരുന്നത് നമുക്ക് ഐമാക്സ് ഇഞ്ചസ് ആണ്. ഐമാക്സ് നമ്മളെ UPC-ലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ഇഞ്ചസ് ഉണ്ട്. ഇഞ്ചസ് ആണ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഈ ഒരു മോഡല്. ഒരു സൈറ്റിൽ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഒരു അൺസൈസ് ചെയ്ത സൈറ്റിൽ. അതെ, ഹൈമാക്സ് ഇഞ്ചസ് ആണ് കേട്ടോ. അതാവുമ്പോ നമുക്ക് ഏത് പൊസിഷനിലും ഇവിടെ പോസ് ചെയ്യാം. അതാണ് ഐമാക്സിന്റെ പ്രത്യേകത. സാധാ ഇഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏതെങ്കിലും ആംഗിൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു 4 കുറ്റി വെക്കണം. അത് പല ആശാരിമാരും മറന്നുപോയിട്ട് പിന്നെ അങ്ങനെ കിടക്കുകയും ചെയ്യും. പക്ഷെ ഇതിന് ആ പ്രശ്നം വരുന്നേ ഇല്ല. ഐമാക്സ് ഇഞ്ചസ് ആണ് അല്ലേ? സ്റ്റീലല്ലേ വരുന്നത്? കംപ്ലീറ്റ് സ്റ്റീലാണ്. ഓക്കെ, ഇതിനാണെങ്കിലോ സൈഡിലും അത് പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓരോന്ന് തുറന്ന് നോക്കാം. ഇതിന്റെ ഇവിടെ ഐമാക്സ് ഇഞ്ചസ് പല ആംഗിളിൽ നമുക്ക് തുറന്ന് പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ സ്റ്റീൽ വിൻഡോയിൽ വരുന്ന കുറ്റിക്കുളത്തിന് പകരം ഇപ്പോൾ ഐമാക്സ് ഇഞ്ചസ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ളത് അല്ലേ? ഇതെന്താണ് ഒരു വ്യത്യസ്തമായ 3 ഡോർ? അത് ഫ്രഞ്ച് വിൻഡോ ആണ്. ഫ്രഞ്ച് വിൻഡോ, അത് നമുക്ക് സിറ്റ് ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 3 കള്ളി വിൻഡോ ആണ്. അതെ, ഈ ഫ്രഞ്ച് വിൻഡോ എന്നുള്ള പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട. ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന പേരാണ് ഫ്രഞ്ച് വിൻഡോ. ഇത് 3 ഡോർ ആണ് വരുന്നത്. ഫ്രണ്ടിലല്ലേ ഒരു കല്ല് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഡിസൈനുള്ള മോഡലാണ്. ഇതില് താഴ്ഭാഗത്ത് ഷട്ടർ ഉണ്ട്. നമ്മൾ പണ്ട് മുതൽ വുഡിൽ ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട്. അതേ സാധനമാണ്. അതേപോലെ ഇതിൽ റീപ്പർ കൊടുത്തിട്ടുണ്ട്. റീപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റീപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഇട്ടാല് ഓരോ പാർട്ടീഷൻ ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടും. അതെ, നല്ലൊരു മോഡലാണിത്. ഇതിൽ പെയിന്റഡ് ആണ് കേട്ടോ. ഇത് വുഡൻ ഗ്രെയിൻസ് പെയിന്റ് ചെയ്തതാണ്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഏത് പെയിന്റിലേക്കും കൊണ്ടുവരാം. ഇപ്പൊ കുറെ ടീം വൈറ്റിൽ ചെയ്യുന്നുണ്ട്. വൈറ്റിൽ ഇതേ കളറിൽ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? അതൊക്കെ ഒരു മോഡലാണ്. അതെ, ഈ കളർ സെയിം കളറും ചെയ്യുന്നുണ്ട്. ഇതെന്താണ് മെഷ് വരുന്നുണ്ടല്ലോ, മോസ്കിറ്റോ മെഷ് വെച്ചിട്ടുള്ള വിൻഡോ ആണ് കാണുന്നത്. വിൻഡോ ഇത് വീടിന്റെ പുറംഭാഗമാണ്. ഇതാണ് വീടിന്റെ ഉൾഭാഗം. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു മെഷ് ഇവിടെ കിട്ടിയില്ലേ? കൊതുക് ശല്യമുള്ള ആൾക്കാർക്ക്, കുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് നമ്മൾ എറണാകുളം ഏരിയക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കോയമ്പത്തൂർ ഏരിയയിലൊക്കെ നല്ല കൂടുതൽ പോകും. തമിഴ്നാട് ഏരിയക്ക് പല ടീമിനും തന്നെയാണ് പോലെ അല്ലേ? അതായത് മോസ്കിറ്റോ മെഷ് ഇവിടെ ചെറിയൊരു ഹിഞ്ചിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇത് പലരും ചെയ്യുന്ന ഒരു മോഡൽ എന്താ വെച്ചാൽ ഇതില് ടവർ ബോൾട്ട് കൊടുക്കും. അതെ, ടവർ ബോൾട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും
ചെയ്യേണ്ടി വരും. പുറത്ത് വെൽഡ് ചെയ്യേണ്ടി വരും. ടർബോൾട്ട് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ടർബോൾട്ട് ഇടണം. ഇതാകുമ്പോൾ അതിന്റെ പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെയ്താൽ മതി അല്ലേ? പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിൽക്കും. ഒന്ന് പ്രസ് ചെയ്തേ. ഓക്കെ, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഊരി പോരില്ല. പ്രഷർ കൊടുത്താൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ എങ്ങനെ ചെയ്യുകയാണെങ്കിലൊക്കെ കോസ്റ്റ് കൂടുമോ നെറ്റ് വരുമ്പോൾ? ഇതിനുള്ള ഒരു അഡീഷണൽ റേറ്റ് ഉണ്ടാവും. അഡീഷണൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് പാള് ചെയ്യണം. അതായത് നമ്മൾ വീടിന്റെ ഉള്ളിലും പുറത്തും ഡോറ് ചെയ്യണം. പുറം ഭാഗത്ത് നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡോർ ഉണ്ട്. രണ്ട് ഫ്രെയിം വരും. രണ്ട് ഫ്രെയിം അതിനുള്ള അഡീഷണൽ കോസ്റ്റ് വരും. അതുകൊണ്ടാണ് ആ കോസ്റ്റ് വരുന്നത്. അതേപോലെ ഇതിന് വരുന്നത് നമ്മളെ കുറ്റിയും കൊളുത്തും വരുന്നത് SS-ലാണ്. ഇതൊന്നും കൂടുതൽ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. തിക്നെസ് ഉണ്ട്, അതേപോലെ SS ആണ്. പിന്നെ ഒരു വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിൽ വരുന്ന സ്ക്രൂ ഉണ്ടല്ലോ, അതും SS ആണ്. ഇതിനാകുമ്പോൾ റേറ്റിൽ മാറ്റണം. റേറ്റിൽ പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ചെയ്യുന്നത് തന്നെയാണ്. കൂടുതൽ ആൾക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുള്ള സംഭവം. അതെ, ഇതിൽ എനിക്കൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. നിങ്ങൾ സ്റ്റീൽ വിൻഡോന്റെ പ്രൈസ് സ്വാഭാവികമായിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പലരും ഈ കുറ്റിയും കുളത്തും ഇല്ലാത്ത കൊട്ടേഷൻ അതിലുണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പിന്നീട് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരാളുടെ വർക്ക് അല്ലെ, ഒരാളെ വർക്ക്, ആ മെറ്റീരിയൽ വാങ്ങാനുള്ള കോസ്റ്റ് ഇതൊക്കെ അതിൽ വരും എക്സ്ട്രാ. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇനി വെറൈറ്റി ആയിട്ടുള്ളത് ഡോർ അല്ലേ? സാധാരണ നമ്മൾ നേരത്തെ വാതിൽ കട്ടിലിന്റെ റേറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഡോറുകൾ കംപ്ലീറ്റ് സ്റ്റീൽ ഡോർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങില് കട്ടിലുകളും വിൻഡോസും മാത്രമേ. അതെ. അപ്പൊ കൂടുതൽ ആൾക്കാർ ചോദിച്ച് ശല്യപ്പെടുത്തിയത് കൊണ്ട് ഉണ്ടാക്കിയ മോഡലാ. എൻക്വയറി കൂടിയപ്പോ നമ്മള് ഡോർ ചെയ്യൽ തുടങ്ങിയത്. അതെ. അപ്പൊ ഇത് നമുക്ക് ഇതാ തിക്ക് ഉണ്ട് അല്ലേ? ഇത് 1 ഇഞ്ച് തിക്നെസ്സിലുള്ള ഡോറാണ്. അതായത് രണ്ട് സൈഡിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഷീറ്റ് ഉണ്ട്, ഡബിൾ സൈഡ് ഷീറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇതുപോലുള്ള ഡോറുകൾ വാങ്ങുമ്പോൾ സിംഗിൾ ഷീറ്റിൽ ബെൻഡ് ചെയ്തെടുത്ത് സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് സാധാരണ ചെയ്യാറ്. അതാകുമ്പോൾ റേറ്റ് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ സ്കൂളിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ സ്കൂൾ, അതേപോലെ വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഏരിയ ഉണ്ടല്ലോ, അങ്ങനത്തെ ഏരിയയിലൊക്കെ ചെയ്യാം. ഇതൊക്കെ അവർക്ക് വുഡ് ഫിനിഷിൽ ചെയ്യാനുള്ള ഒരു മോഡലാണ്. അതെ, അതിന്റെ ആ ഒരു ഡീറ്റെയിലും കൂടി ഉണ്ട്. അവരിത് ഇതിന്റെ ഒരു പ്ലാൻ തന്നെ, ആർക്കിടെക്റ്റിന്റെ പ്ലാൻ നമുക്ക് തരും. ഈ മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോഡൽ തന്നെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാണുന്ന ഡോറിന്റെ റേറ്റ് നമ്മളെ വ്യൂസ് ഇത് ഏകദേശം ഒരു 18,500 മുതൽ ഏകദേശം 18,500 തുടങ്ങാം അല്ലെ? നമ്മളെ സാധാരണ സ്റ്റീൽ വിൻഡോകൾ കസ്റ്റമൈസ് ചെയ്യാതെ നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്, ചൈനീസ് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അതിൽ കുറ്റി കുളത്ത് എല്ലാം കൂടെ ഉള്ള ടോട്ടൽ പ്രൈസ് വുഡൻ പെയിന്റ് അടിച്ചിട്ടുള്ള പ്രൈസ് ഉണ്ടാവുക അല്ലെ? അത് ഒരുപാട് അകലെ തന്നെയാണ്. നിങ്ങൾ ഇത് റേറ്റ് 18 സംതിങ് എന്ന് പറഞ്ഞത്. ഇത് ഡബിൾ ഡോർ ആണ്. ഡബിൾ ആണെങ്കിൽ എത്ര? സിംഗിൾ ആണെങ്കിൽ 16 ആ റേഞ്ചിലേക്ക് വരുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ പെയിന്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ഒരു വേറെ മോഡൽ അല്ലേ? ഇത് സിംഗിൾ ആണല്ലോ. അത് സിംഗിൾ ആണ്. അതേപോലെ ഇത് ഡബിൾ സൈഡ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഡബിൾ തന്നെയാണ് അല്ലേ? ഇതിനൊക്കെ ഡബിൾ ഷീറ്റ് ആണ്. അതിന്റെ ഒരു കോസ്റ്റ് അതിന്റെ കോസ്റ്റ് ഉണ്ടാവും. ഇത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,500 14 ആ റേഞ്ച് വരുള്ളൂ. അത്ര വരുള്ളൂ. ഇതിലേ സിംഗിൾ ആണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. പ്ലെയിൻ ആണെങ്കിൽ എന്തായാലും ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ബെൻഡാവും. ഇതാവുന്നില്ലല്ലോ. ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തതാണ്. സംഭവത്തിൽ ഡബിൾ ആണ്. ബെൻഡ് വരുന്ന ടൈപ്പ് ഉണ്ട്. ബെൻഡ് വരാൻ നമുക്ക് ബെൻഡ് ഇടയിൽ ബെൻഡ് കൊടുക്കാം. അത് നമ്മൾ സ്ട്രെങ്ത് കൂടും. സ്കൂളിനൊക്കെ ചെയ്യാൻ പറ്റിയ മോഡലിനാണ് സിംഗിൾ ചെയ്ത് കൊടുക്കാം. റേറ്റ് കുറയും ചെയ്യും. സിംഗിൾ അങ്ങനെ ചെയ്ത് കസ്റ്റമൈസ് ആണല്ലോ. അത് എത്രയാണ് കൊടുക്കാൻ പറ്റും? അത് 13,500 മുതൽ 13,500 മുതൽ സ്റ്റീൽ കൊണ്ടുള്ള ഇതുപോലുള്ള ഡോർ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആളുകളെ ചെറിയ വീടാണെങ്കിലും വലിയ എൻട്രൻസ്, വലിയ കട്ടിൽ അതുപോലുള്ള കൊടുക്കാൻ തുടങ്ങി. മരത്തടിയിലാണെങ്കിൽ കൊടുക്കൂല, കാരണം റേറ്റ് താങ്ങൂല. ഇതാ 8 ഇഞ്ചിലപ്പുറം 9 ഇഞ്ച് വന്നിരിക്കുകയാണ്. 9 ഇഞ്ചിലെ വലിയ ഇതുപോലുള്ള ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. ഇത് ഇപ്പൊ ഏകദേശം വീടിനൊക്കെ 9 ഇഞ്ചാണ് കട്ടില് ചെയ്യുന്നത്. പിന്നെ സാധാരണ ഒരു വീടൊക്കെ ആണെങ്കിൽ 6 ഇഞ്ച് കട്ടില. 6 ഇഞ്ച് കൂടുതൽ ടീം 9 ഇഞ്ച് തന്നെ ചെയ്യല്. 9 ഇഞ്ച് അത് സ്റ്റീലാകുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാം. പ്രൈസ് കുറവാണല്ലോ. എത്ര കൊടുക്കണ്ടേ? ഇത് 8,500 ഒക്കെയാണ് റേറ്റ് വരാം. 8,500 വരും അല്ലെ? ഇനിയിപ്പോ മഞ്ചാരി ഒക്കെ വരുന്ന മോഡലുകൾ വരുന്നത്. മഞ്ചാരി വരുന്നാണെങ്കിലും ഏകദേശം 9 രൂപ റേഞ്ച് വരാം. അതിന്റെ മാറ്റം എന്താ ചോദിച്ചാല്, അങ്ങനെ മഞ്ചാരി വരുമ്പോ 9 ഇഞ്ചിലല്ല മഞ്ചാരി വരാം. 6 ഇഞ്ച് കട്ടിലുമ്പോ മഞ്ചാരി വരുമ്പോ 9 ഇഞ്ച് ആവുകയാണ്. 9 ഇഞ്ച് ആവാണ്. അത് ചെരിഞ്ഞിട്ട് തന്നെ കൊടുക്കും. ചെരിഞ്ഞിട്ട് വരാം. ഇതിമേ നമുക്ക് മഞ്ചാരി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 9 ഇഞ്ചിലേറെ വരും. 9 3 ഇഞ്ചും കൂടുമ്പോ ഏകദേശം 12 ഇഞ്ചോളം വരും. അപ്പൊ നമുക്ക് ചുമര അത്ര വീതി ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. നിങ്ങൾ ജസ്റ്റ് അളവ് കൊടുത്താൽ മതി, ബാക്കി പോലും ശ്രദ്ധിച്ചോളാം. എഞ്ചിനീയർമാരെ അളവുണ്ടാവും. നമുക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ അതിന്റെ കൊട്ടേഷൻ ഇട്ടുതരാം. മോഡൽ ഏതാ വേണ്ട വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കും ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടതൊക്കെ
കസ്റ്റമൈസ്ഡ് അതാണ് ഇപ്പൊ കണ്ടത്. എന്നാൽ പണ്ടത്തെ വിൻഡോകളും വേണം ആൾക്കാർക്ക്. അതുണ്ട് ഇവിടെ. സ്റ്റീൽ വിൻഡോയിൽ ഒരുപാട് അപ്ഡേഷൻ വന്നു അല്ലേ? മുമ്പ് നമ്മൾ കണ്ട സ്റ്റീൽ വിൻഡോ ഇതാണ്. ഈ കളർ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. സെന്ററിൽ ഒരു പോസ്റ്റ്, ഇവിടെയൊക്കെ ഒരു പോസ്റ്റ് ഉണ്ടാവും അല്ലേ? അതുപോലെ അതിന്റെ വേറെ പൈപ്പുകൾ വരും. സ്റ്റീൽ നോർമൽ വിൻഡോ എന്ന് പറയുന്നത് ഇതിനാണ് നോർമൽ സ്റ്റീൽ വിൻഡോ എന്ന് പറയാട്ടോ. നേരത്തെ കാണിച്ചൊക്കെ ഫുൾ അൺസൈസ് ആണ്, അതേപോലെ കസ്റ്റമൈസ്ഡ് ആണ് ഫുൾ വിൻഡോസും വരുന്നത്. അതെ, ഇപ്പൊ വീടുകളൊക്കെ കസ്റ്റമൈസ് ആണ്. ചെറിയ വീടാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് ഒക്കെ കസ്റ്റമൈസ്ഡ് വിൻഡോ ആണ് കൊടുക്കുക. കാരണം ആൾക്കാർക്ക് കൂടുതൽ വെന്റിലേഷൻ വേണം അല്ലേ? വെളിച്ചാണെങ്കിലും കാറ്റാണെങ്കിലും നല്ല കിട്ടണം. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ സാധാരണ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ്? 9,500 മുതലാണ് സ്റ്റാർട്ടിങ് വരിക. 3 കള്ളി. അതിൽ പിന്നെ ചെറിയ റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. അത് പാർട്ടീഷൻ ഉണ്ടായതുകൊണ്ട് പാർട്ടീഷൻ ഏകദേശം ഒരു 10,300 ആ റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ വരും അല്ലേ? ആ രീതിയിലാണ് ഓരോ സ്റ്റീൽ വിൻഡോ. ഈ സ്റ്റീൽ വിൻഡോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്റ്റീൽ വിൻഡോ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറൽ ടൈമിലാണ്. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ പ്ലാസ്റ്ററിങ് നടക്കും, വയറിങ് നടക്കും. ഇതൊക്കെ സിമെന്റുകളൊക്കെ ഒരുപാട് വീണ് കംപ്ലൈന്റ് ആവുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. സ്ക്രാച്ച് വരിക, മൊത്തം പ്രശ്നമാണ്. പലരും കവർ ചെയ്യാൻ നോക്കിയാൽ കവർ ആവില്ലത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ആകെ പ്രശ്നമാണ്. ക്ലീനിങ്ങിന് ചിലവ്, ക്ലീൻ ചെയ്താൽ തന്നെ അത് ആകെ സ്ക്രാച്ചായി പോയി. പക്ഷേ ഊരി വെക്കുന്ന രീതിയിലുള്ള സ്റ്റീൽ വിൻഡോകൾ വരുന്നത് അത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് തന്നെ. ഇതിൽ ബട്ടർഫ്ലൈ ഇഞ്ചസ് ആണ്, ഊരാത്ത മോഡലാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നൊക്കെ ഇതാണ്, ടൈപ്പാണ്. അതായത് വിൻഡോ നേരെ ഡോർ ഊരി വെക്കാം. അതേപോലെ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ വീട് പണി നടക്കേണ്ട സമയത്താണെങ്കിൽ സിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടച്ചാലോ പോകും. പിന്നെ കൂടുതൽ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് മേലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രൈമർ അടിച്ചിട്ടാൽ മതി. അടിച്ചിട്ടാൽ മതി. അത് അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻ അതിന്റെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇവിടുത്തെ പ്രൊഡക്ഷൻ ഒന്ന് കണ്ടാലോ? പ്രൊഡക്ഷൻ കാണാം. പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മോഡലുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു റൗണ്ട് കാണുന്നുണ്ട് അല്ലേ? നേരത്തെ കണ്ട മോഡലിന്റെ. അതെ, നേരത്തെ കണ്ട മോഡൽ ഉണ്ടല്ലോ, ആ വീടിന്റെ തന്നെയാണ് ഇത്. സെയിം സാധനം തന്നെ. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് വർക്ക് അതിൽ വരുന്നുണ്ട് അല്ലേ? ഇത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു തോന്നുന്നു. ഇതിന് നമുക്ക് ഗ്രില്ല് ഇടാനുണ്ട്. ഇതിപ്പോ നമ്മള് ഒരു സ്ട്രക്ചർ വർക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഗ്രില്ല് ഇടാനുണ്ട്, അതേപോലെ ഇതിന്റെ ഡോർ വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പെയിന്റിങ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ലോഡിങ്ങിന്റെ മുമ്പായിട്ട് കുറ്റിയും കൊളുത്തുമ്പോൾ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഫൈനൽ സ്റ്റേജിലാണ് ആ പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്യുക. പിന്നെ നമ്മൾ ലോഡിങ്ങിന്റെ സമയത്ത് കവർ ചെയ്തിട്ട് കൊടുക്കും. ഇതിപ്പോ നിങ്ങള് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കൊടുക്കുന്നുണ്ടാണ്. അതിനൊക്കെ അളവ് കാര്യങ്ങൾ എഞ്ചിനീയേഴ്സ് ആദ്യം അയച്ചു തരും അല്ലേ? വീടിന്റെ ഇപ്പോഴത്തെ എല്ലാ വിൻഡോസും അൺസൈസ് ആണ്. അപ്പൊ നമുക്ക് ആ പ്ലാൻ കസ്റ്റമേഴ്സിനോട് എഞ്ചിനീയറെ നമ്മൾ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമറെ കോൺടാക്ട് ചെയ്താൽ ആ പ്ലാൻ നമുക്ക് തന്നാൽ മതി. പ്ലാൻ കിട്ടിയാലേ നമുക്ക് അതിന്റെ കൊട്ടേഷൻ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, ആവശ്യക്കാരെ അതിൽ കോൺടാക്ട് ചെയ്യണം. പിന്നെ ഇതാണ് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന പ്രോസസ്സ് അല്ലേ? ഇതിന്റെ എല്ലാ വെൽഡിങ്ങും നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വണ്ടിക്കൊക്കെ ചെയ്യുന്ന, കാറിനൊക്കെ ചെയ്യുന്ന സെയിം ബോഡി പില്ലറാണ് കൊടുക്കുന്നത്. ഇതിൽ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ സ്റ്റീൽ വിൻഡോകൾ ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പലരും ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ പ്രൊഡക്ഷൻ തുടങ്ങി. അപ്പോൾ അതിൽ ചിലരെങ്കിലും കംപ്ലൈൻറ്റ്, മരത്തിൻ്റെ തടിക്കാരടുത്ത് നമ്മൾ പോകുമ്പോൾ അവർ പറയും സ്റ്റീൽ വിൻഡോയിൽ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടു തുടങ്ങിയത്, തുരുമ്പ് വരാൻ തുടങ്ങിയത്. അങ്ങനെ വരുന്ന ഒരു ഏരിയ ആണ് ഈ കോർണറുകൾ അല്ലേ? ഈ ജോയിന്റ് വരുന്ന ഏരിയയിലാണ് നമുക്ക് ഇതിന് ചാൻസ് ഉള്ളത്. അത് നമുക്ക് ഇത്ര ഏരിയ വരില്ല. ഇവിടെ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് വെൽഡിങ് വരുന്നത്. ആ ഏരിയക്ക് ഒന്നായിട്ടാണ് നമുക്ക് പുട്ടി ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത്. അതെ, ഇത് ഫിനിഷ് ആയിട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ തുരുമ്പ് വരും. അത് നല്ല വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. സ്റ്റീലിന് തുരുമ്പ് വരില്ല, പക്ഷെ ജോയിന്റിലാണ് നമുക്ക് തുരുമ്പിന് ചാൻസ് ഉള്ളത്. ആ ചാൻസ് നികത്തിക്കൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കാൻ. നമുക്ക് ഇതിൽ വേറെ ലോക്കിംഗ് ടൈപ്പ് വരുന്നുണ്ട്. ലോക്കിംഗ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു ഏരിയയിൽ നമുക്ക് ബോഡി ഫില്ലർ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. വെൽഡിംഗ് വരില്ല. വെൽഡിംഗ് ചെറിയ വെൽഡിംഗ് വരും. ആ ഏരിയ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യണം. ഇത്രയും ഡീറ്റെയിൽ വരില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റീൽ വിൻഡോ പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കടകളുണ്ട്. നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ അല്ലേ, ഷീറ്റ് കൊണ്ടുവന്ന് അതിനെ ബെൻഡ് ചെയ്ത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി കൊടുക്കുന്ന ടീം. പിന്നെ നോർമൽ ആയിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, നോർമൽ സൈസിൽ ചെയ്യുന്നത്. അൺസൈസ് ചെയ്യുന്ന ടീംസ് കുറവാണ്. ചെയ്യുന്ന ടീം ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാ സൈസും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. കാരണം ഇന്ന് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഒരുപാട് ഇറങ്ങിയാണ്. അപ്പോൾ അവർ പുതിയ പുതിയ മോഡലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാണ്. അങ്ങനെയാണ് ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റീൽ നല്ല UPVC വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിലാണ് അൺസൈസ് ചെയ്യുമ്പോൾ വീട് തന്നെ കാണാൻ വേറൊരു ലുക്കാണ്. അതാണ് ഇന്നത്തെ കാലം.
ഇതാണ് ഒരു കട്ടിലിന്റെ പ്രൊഫൈൽ വരുന്നത്. ഇങ്ങനെ കുറെ പ്രൊഫൈൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ സൈസും ചെയ്യാൻ പറ്റിയ പ്രൊഫൈല് നോർമൽ ആയിട്ടുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സൈസുകളും ഇവിടെ സ്റ്റോക്കാണ്, പെയിന്റ് ഉൾപ്പെടെ. അതെ. ഓക്കെ, ഇതൊരു കോർണർ വിൻഡോ അല്ലേ? കോർണർ വിൻഡോ ചോദിച്ചു വരുന്നുണ്ടാവും ആൾക്കാർ. കോർണർ വിൻഡോ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബേ വിൻഡോ വരുന്നത്. അപ്പൊ നിലവിൽ സ്റ്റോക്ക് ഇല്ല. അത് ബേ വിൻഡോ ഈ സൈഡും ആ സൈഡിലും വരും. അത് പല അളവിലും ചെയ്ത് കൊടുക്കലുണ്ട്. അത് ജസ്റ്റ് ഒരു കോർണർ വിൻഡോന്റെ ഒരു മോഡൽ കാണിച്ചാണ് മാത്രം. ഇത് ശരിക്കും നിങ്ങൾ ഒരു വീട് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്ക് അടുത്ത്, കറക്റ്റ് പ്രോപ്പർ എടയൂർ എന്നാണ് ഈ സ്ഥലത്തിന് പറയാട്ടോ. അപ്പൊ എടയൂരിലേക്ക് ഇപ്പോൾ കസ്റ്റമർക്ക് വരാൻ പറ്റിയാലൊന്നും വരില്ല. അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് സൈസുകൾ അയച്ചെന്നാ മതി. ഡ്രോയിങ് ഉണ്ടാവും ഇതിന്റെ എല്ലാം. അത് നമുക്ക് അയച്ചു തന്നാൽ മതി. നമുക്ക് അതിന്റെ കൊട്ടേഷൻ ഇട്ട് കൊടുക്കാം. ഇട്ട് തരാം. കൊട്ടേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. എന്നിട്ട് നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലൊക്കെ കിട്ടും അതിനകത്ത് അല്ലേ? പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എഞ്ചിനീയേഴ്സിനാണെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതി ചെയ്യാം. പിന്നെ ഇത് അളവൊന്നും ഇല്ലാത്ത സാധാരണക്കാരന്റെ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ അല്ലേ? അത് നമുക്ക് പറഞ്ഞാൽ മതി. എത്ര വിൻഡോസ് കോമൺ സൈസുകൾ ഉണ്ടാവും. അത് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അയക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ സർവീസുകൾ. പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? മുമ്പ് നമ്മൾ കൊടുത്തിരുന്നു, അതേപോലെ ഈ പ്രാവശ്യവും കൊടുക്കുന്നുണ്ട്. നമ്മളെ വ്യൂവേഴ്സ് വരും, അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. അത് മാത്രമല്ല, ഓരോ ജില്ലകളിൽ സ്ഥാപനങ്ങൾ നമ്മൾക്ക് ആൾക്കാർക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡീലർമാരെ അങ്ങനെ ക്ഷണിക്കുന്നുണ്ടോ? അതെ, നമുക്ക് ഡീലർമാരെ ആവശ്യക്കാരുണ്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നിലവിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ സ്റ്റീൽ ഡോർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇമ്പോർട്ട് ഡോർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അതിന്റെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കുറച്ച് ഏരിയ 2-3 ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ചിലർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളെ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്.